തീവ്രവാദത്തിന് മതമുണ്ടോ എന്നുള്ളതായിരുന്നു ഇതുവരെയുള്ള മതേതരവാദികളുടെ എല്ലാം ചോദ്യം. അതിനുള്ള ഉത്തരം പെഹൽഗാമിൽ നിന്ന് കിട്ടി. ആ പെഹൽഗാമിൽ നിന്ന് കിട്ടിയ ഉത്തരം നമ്മളെ എല്ലാവരെയും ഞെട്ടിച്ചു കളഞ്ഞു. ഇതുവരെയും മതമുണ്ട്, മതമാണ് തീവ്രവാദത്തിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞവരെ എല്ലാം സംഖ്യകളാക്കി മാറ്റി. പക്ഷേ പെഹൽഗാമിൽ നടന്നത് നമ്മൾ മറന്നിട്ടില്ല. അവിടെ പൗരന്മാരുടെ വസ്ത്രം അഴിച്ചു നോക്കി മുസ്ലിം അല്ല എന്ന് വരുത്തി തീർത്ത കലിമ ചൊല്ലാൻ ആവശ്യപ്പെട്ടു. അതിലും പരാജയപ്പെട്ടപ്പോൾ അവരെ വകവരുത്തി. ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ഇക്കഴിഞ്ഞ ദിവസവും സംഭവിച്ചത് ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ഒന്നടങ്കം ഇത്തരത്തിലുള്ള IS ഭീകരർ ഉണ്ടോ എന്നുള്ള സംശയം ഇതോടുകൂടി ഉണ്ടാവുകയാണ്. നമ്മൾ പലപ്പോഴും വാർത്തകളിൽ അടക്കം പറയുന്നുണ്ട് സ്ലീപ്പർ സെല്ലുകൾ ഉണ്ട് എന്നുള്ളത്. നോക്കൂ, മഹാരാഷ്ട്രയിൽ എന്താണ് സംഭവിച്ചത്? ഞായറാഴ്ച പുലർച്ചെ 4 മണി. ഈ 4 മണി സമയത്ത് അവിടെ മഹാരാഷ്ട്രയിലെ താനെ ജില്ലയിൽ അവിടെ നിർമ്മാണത്തിലിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ 2 സുരക്ഷാ ഉദ്യോഗസ്ഥർ അവരവരുടെ ഡ്യൂട്ടിയിലാണ്. അവിടേക്ക് ഒരു 31 വയസ്സുകാരനായ യുവാവ് കടന്നു വരുന്നു. 31 വയസ്സുകാരനായ യുവാവ് കടന്നു വന്നുകൊണ്ട് പറഞ്ഞത് കലിമ ചൊല്ലാനാണ്. കലിമ ചൊല്ലാൻ ആവശ്യപ്പെടുന്നു. അവർ അതിന് വിസമ്മതിക്കുന്നു. ഈ 31 വയസ്സുകാരന്റെ പേര് ജബ്ബാർ സുബൈർ അൻസാരി എന്നാണ്. ഇയാൾ ഉടനെ തന്നെ കലിമ ചൊല്ലാനായിട്ട് ആവശ്യപ്പെട്ടത് നിരാകരിച്ചതോടുകൂടി തന്നെ ഈ 2 സുരക്ഷാ സെക്യൂരിറ്റി ഓഫീസർമാരെ കുത്തി കൊലപ്പെടുത്താനുള്ള ശ്രമമാണ്. ഇവർ തീവ്ര പരിചരണ വിഭാഗത്തിലാണ് നിലവിൽ ഈ 2 ഉദ്യോഗസ്ഥരും ഉള്ളത് എന്നുള്ളതാണ്. പരിക്കേറ്റവർ രാജ്കുമാർ മിശ്രയും സുബ്രതോ രമേശ് സെന്നുമാണ്. ഇവർ രണ്ടുപേരുമാണ് ഇപ്പോൾ പരിക്കേറ്റ് ചികിത്സയിലുള്ള തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുള്ളത്. ഇനി ഈ പറയുന്ന ആൾ ആരായിരുന്നു? അത് വഴിയെ പോയ ഒരു വഴിപോക്കനല്ല. ഇയാൾ കൃത്യമായ ആസൂത്രണത്തോടെ പ്ലാനുകളോടെ വന്നതാണ്. അയാൾ പറഞ്ഞത് കലിമ ചൊല്ലാനാണ്. ഇനി ഇവിടെ ആരും തീവ്രവാദത്തിന് മതമില്ല എന്ന് വീണ്ടും 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 പറയരുത്. അലോസരപ്പെടുത്തുകയാണ്. അതിന് മതമുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് തെളിയിക്കപ്പെടുന്നത്. ഇയാളുടെ വീട്ടിലേക്ക് അന്വേഷണ ഉദ്യോഗസ്ഥർ മഹാരാഷ്ട്ര ATS സംഘം കടന്നു ചെല്ലുന്നു. അവിടെ നിന്ന് കണ്ടെടുത്തത് വളരെ ഞെട്ടിക്കുന്ന തെളിവുകളാണ്. ഇപ്പൊ ഞെട്ടിക്കുന്ന തെളിവ് എന്ന് പറയുമ്പോൾ ഇയാൾക്ക് IS-ഉമായിട്ട് ബന്ധമുണ്ട്. അയാൾ IS-ൽ ചേരാനായിട്ട് ശ്രമിച്ചിട്ടുള്ള വ്യക്തിയാണ് എന്നുള്ളതാണ് പ്രതി അൻസാരി. ഇയാള് കെമിസ്ട്രിയിൽ ബിരുദമൊക്കെ നേടിയിട്ടുള്ള വ്യക്തിയാണ്. ഈ ഭീകരന് നന്നായി, കാരണം ഈ കെമിസ്ട്രിയിലും ഡോക്ടർ ആവാൻ പഠിക്കുന്നവരും ഒക്കെ ആണല്ലോ ഇപ്പോഴത്തെ പുതിയ ന്യൂജൻ ഭീകരന്മാര്. അവര് പലതരത്തിൽ ഗവേഷണം നടത്തുകയാണ്. പുതിയ ജൈവായുധം എങ്ങനെ ഉണ്ടാക്കാം, അതായത് റൈസിൻ പോലുള്ള ജൈവായുധമൊക്കെ എങ്ങനെ ഉണ്ടാക്കാം, അത് എവിടെയെല്ലാം കലർത്താം, തരം കിട്ടിയാൽ എങ്ങനെയെല്ലാം അന്യമതസ്ഥരായിട്ടുള്ളവരെയൊക്കെ ആരും അറിയാതെ കത്തിക്ക് ഇരയാക്കാം. ഇതൊക്കെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ കെമിസ്ട്രിയിലൊക്കെ ബിരുദവും ബിരുദാനന്തര ബിരുദവും ഒക്കെ ഉള്ള ഭീകരന്മാരെത്തുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ജിഹാദികൾക്ക്, ഇസ്ലാമിസ്റ്റുകൾക്ക് കുറച്ചുകൂടെ താല്പര്യമാണ്. കാരണം ബോംബുണ്ടാക്കാനും മറ്റു പല അനേകം കാര്യങ്ങൾക്കും ഇവരുടെ ബുദ്ധി ഉപയോഗിക്കാം. പ്രദേശത്തെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ നിന്ന് മഹാരാഷ്ട്ര ATS 90 മിനിറ്റ് കൊണ്ട് അൻസാരി എന്ന് പറയുന്ന ഭീകരനെ പിടികൂടി. തുടർന്ന് ഇയാളുടെ വീട്ടിൽ, വാടക വീട്ടിൽ ചെന്ന് പരിശോധന നടത്തിയപ്പോഴാണ് അയാളുടെ ബ്രൗസിംഗ് ചരിത്രമൊക്കെ എടുത്തു നോക്കിയപ്പോൾ ഇവർ ഞെട്ടിപ്പോയത്. കാരണം മുഴുവനും IS-ഉമായി ബന്ധം സ്ഥാപിച്ചിട്ടുള്ളവരുടെ ആ വീഡിയോകളാണ് എടുത്ത് നോക്കിക്കൊണ്ടിരുന്നത്. കൂടുതൽ എങ്ങനെ മറ്റു വിശ്വാസികളെ ഇല്ലാതെയാക്കാം എന്നുള്ള തരത്തിലുള്ള വീഡിയോകളൊക്കെ കണ്ട് അതിൽ ആകൃഷ്ടനായി വന്നിരുന്ന ഒരു ഭീകരനാണ് ഇത് എന്നുള്ളതാണ്. അപ്പോൾ ഇയാളൊരു ഗണിത അധ്യാപകനായിരുന്നു കോച്ചിങ് സെന്ററിൽ. നമുക്ക് വിശ്വസിക്കാൻ കഴിയുമോ? ഒരു കോച്ചിങ് സെന്ററിലെ കെമിസ്ട്രിയും ഗണിതശാസ്ത്ര അധ്യാപകനുമായിട്ട് ജോലി ചെയ്തിരുന്നതാണ്. ആ ജോലി ചെയ്തിരുന്ന ആള് 2019 വരെ US-ലായിരുന്നു പഠിച്ചിരുന്നത്. അതിനുശേഷമാണ് അയാൾ അവിടെ നിന്ന് വരുന്നത്. US-ൽ പഠിച്ചിരുന്ന അൻസാരി എന്തിന് ഇന്ത്യയിലേക്ക് എത്തി? ഒരു കോച്ചിങ് സെന്ററിൽ ഒരു അധ്യാപകനായി വേഷമിട്ടു. അതൊരു വേഷമിടലാണ്. മറ്റുള്ളവരുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് അയാളുടെ ഭീകരവാദ പ്രവർത്തനങ്ങൾ അയാൾ മറച്ചു പിടിച്ചു എന്നുള്ളതല്ലേ ശരി? അപ്പോൾ മഹാരാഷ്ട്ര ATS-ൽ നിന്ന് പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ ഇയാൾ ഇത്തരത്തിലാണ് പെരുമാറിക്കൊണ്ടിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ
ഇയാളുടെ പ്രവൃത്തി മുൻപേ തന്നെ നമ്മൾ സംശയത്തിലാണ് എന്നുള്ളതാണ്. ഇയാളെ പെട്ടെന്നൊരു ദിവസം ഭീകരനായി വന്നതല്ല. 2019 വരെ US-ൽ പഠിച്ചിരുന്ന ഇയാൾക്ക് അവിടെ വെച്ചു തന്നെ ഇസ്ലാമിസ്റ്റുകളുമായിട്ടോ ജിഹാദികളുമായിട്ടൊക്കെ ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും അന്വേഷിച്ച് കണ്ടെത്തേണ്ടതുണ്ട്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം വന്നാൽ ഞാൻ ഭീകരനാണ്, അതുകൊണ്ട് ഞാൻ കലിമ ചൊല്ലാൻ പറയുന്നു, അതുകൊണ്ട് കലിമ ചൊല്ലാത്തവരെയൊക്കെ ഞാൻ വെടിവെച്ച് കൊല്ലുന്നു എന്നുള്ള തീവ്ര ആശയത്തിലേക്ക് വരുന്നില്ല. ഇത് വളരെ ഘട്ടമായിട്ട് ആസൂത്രിതമായിട്ട് നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാമിക അജണ്ടയാണ്. ആ അജണ്ട തന്നെയാണ് ഓരോരുത്തർ ഇപ്പോൾ ഒറ്റ മാറി നിന്ന് പ്രവർത്തിക്കുക എന്ന് പറയില്ലേ, ഗ്രൂപ്പായിട്ട് പ്രവർത്തിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥരുടെയും സമീപവാസികളുടെയും ഒക്കെ സംശയ ദൃഷ്ടിയിൽപ്പെടും. ഒറ്റതിരിഞ്ഞ് പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഇത് പെടില്ല. ഇപ്പോൾ അന്വേഷണം NIA ആയിക്കോട്ടെ, ATS ആയിക്കോട്ടെ, നമ്മുടെ രാജ്യത്തെ അന്വേഷണ ഏജൻസികളെല്ലാം തന്നെ സംശയം തോന്നുന്നവരൊക്കെ അവരെ അന്വേഷണ വിധേയമായിട്ട് ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പൊ പറയും, അയ്യോ ആ പേരുകാർ ആയതുകൊണ്ടല്ലേ അവരെ ചോദ്യം ചെയ്തത്, ആ പേരുകാരുടെ കയ്യിലിരിപ്പ് അത്തരത്തിലുള്ളതായതുകൊണ്ടാണ് അവരെ ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, ഈ അൻസാരി ഒരു ഗണിതശാസ്ത്ര അധ്യാപകനായിട്ട് സേവനം ചെയ്തിരുന്ന ആളാണ്. നമ്മൾ ആരെങ്കിലും പ്രതീക്ഷിക്കുമോ ഒരു ഗണിതശാസ്ത്ര അധ്യാപകൻ രണ്ടുപേരെ കലിമ ചൊല്ലാനായിട്ട് പറയുകയും അത് വിസമ്മതിക്കുമ്പോൾ കൊലപ്പെടുത്താൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന്? അപ്പോൾ ഇതിന്റെ എല്ലാം പിന്നിൽ എന്താണ്? ഇവർക്ക് എവിടെ നിന്ന് സഹായം ലഭിക്കുന്നു? ഇയാൾ എങ്ങനെ കോച്ചിങ് സെന്ററിൽ കയറി പറ്റി? ഇയാൾ എന്തെല്ലാം കാര്യങ്ങൾ ഇവിടെ നമ്മുടെ രാജ്യത്ത് ഇതല്ലാതെ നടപ്പിലാക്കിയിട്ടുണ്ട്? ഇതെല്ലാം അറിയണം. അത് പറയുമ്പോൾ അങ്ങനെ ഇത് പറയുന്നു അത് പറയുന്നു, അത് അങ്ങനെ പറയുന്നത് ശരിയല്ല, അത് മതേതരത്വമല്ല, എല്ലാം ഒരു പേരുകാരുടെ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നത് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവൻ രാജ്യവിരുദ്ധനാണ്. ആ രാജ്യവിരുദ്ധന് സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന ഏതൊരു വ്യക്തിയും അവരും രാജ്യവിരുദ്ധർ തന്നെയാണ്. അവർക്കെതിരെ നടപടി എടുക്കേണ്ടത് ഈ രാജ്യത്തിന്റെ സുരക്ഷയുടെ ആവശ്യമാണ്. ഇപ്പൊ ഒന്നും തന്നെ ഒറ്റ തിരിഞ്ഞൊരു സംഭവമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയില്ല. നമ്മൾ പത്രവാർത്തകൾ എടുത്തു നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പത്രത്തിന്റെ ഓരോ മുക്കിലും മൂലയിലും ഒക്കെ 1.5 സെന്റിമീറ്റർ വലിപ്പത്തിലാണ് ഓരോ വാർത്ത കൊടുക്കുക. ഭീകരനെ പിടിച്ചതാണ്. ഭീകരനെ പിടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാർത്ത കൊടുക്കാൻ പാടില്ല. ഭീകരനെ പിടിച്ചു കഴിഞ്ഞ് വാർത്ത കൊടുക്കുകയാണെങ്കിൽ അത് മതേതരത്വത്തിന്റെ നെഞ്ചത്തടിക്കുന്നത് പോലെയാണ്. അപ്പോൾ അത് നമ്മൾ 1 സെന്റിമീറ്റർ വലിപ്പത്തിലൊക്കെ കൊടുക്കുകയുള്ളൂ. അതേസമയം ഏതെങ്കിലും ഒരു നേരെ തിരിച്ച ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാ മതേതരത്വം തകർക്കാനായിട്ട് ഹിന്ദു സംഘടനകൾ ഇറങ്ങിയിരിക്കുന്നു, വലിയ വാർത്തയായി ചാനലിൽ ചർച്ചയായി 2-3 ദിവസത്തേക്ക് പിന്നെ ഇതിനെ അലക്കി ഉടുത്ത് അഴയിൽ വിരിക്കലായിരിക്കും. നേരെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പറയാൻ പാടില്ല. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് മിണ്ടാതെ ഇരിക്കണം ഹിന്ദുക്കൾ, ഹൈന്ദവ ജനത മിണ്ടാതെ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അത് നടക്കുന്ന കാര്യമല്ല എന്നുള്ളതാണ്. അപ്പോൾ രാജ്യത്ത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള സംഘടനകൾ പ്രവർത്തിക്കുന്നത് ഇവരൊക്കെ നമുക്കറിയാം. നമ്മുടെ പ്രധാനപ്പെട്ട ISRO ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിലൊക്കെ എന്തിനാണ് അജിത് ഡോവൽ വന്നിട്ടുള്ളത് എന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു പോയിട്ടുള്ള വിഷയങ്ങളാണ്. വെറുതെ ഇരിക്കുമ്പോൾ ഒന്ന് വന്നിട്ട് പോകാൻ തോന്നുന്ന സ്ഥലമൊന്നുമല്ല ISRO. അപ്പോൾ അവിടെ നടന്നിട്ടുള്ള നമ്മുടെ കണ്ടുപിടുത്തങ്ങൾ, നമ്മുടെ പരീക്ഷണങ്ങൾ, ഇതിലെല്ലാം സംശയം തോന്നിയിട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ NSA ആയിട്ടുള്ള അജിത് ഡോവലൊക്കെ ISROയിലൊക്കെ വന്നിട്ട് പോകുന്നത്. അതിൻ്റെ അന്വേഷണങ്ങളും കാര്യങ്ങളും ഒക്കെ വീണ്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കലിമ ചൊല്ലി അല്ലെങ്കിൽ ഇസ്ലാം അല്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊല്ലപ്പെടുത്താനായിട്ടും ഭീകരപ്രവർത്തനം നടത്താനുമായിട്ടുള്ള ആളുകൾ ഇനിയും നമ്മുടെ രാജ്യത്ത് അവശേഷിക്കുന്നുണ്ട് എന്നുള്ളതല്ലേ ഇത് തെളിയിക്കുന്നത്. അപ്പോൾ ഇതിനെതിരെ പ്രവർത്തിക്കുന്നവർക്കെതിരെ പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ട്? എന്തായാലും മഹാരാഷ്ട്ര ATS ഈ ഭീകരനെ ചുറ്റിപ്പറ്റിയുള്ള കൂടുതൽ അന്വേഷണത്തിലേക്ക് പോവുകയാണ്. ഒരുപക്ഷെ കേസ് NIAക്ക് കൈമാറാനുള്ള സാധ്യതകളുമൊക്കെ ഉണ്ട്.